വെൽക്കം ടു ഫ്യൂച്ചർ പവർഡ് ബൈ ഗൂഗിളും. മക്കളെ, ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആയിട്ടുള്ള ദ കോൺസ്റ്റിറ്റ്യൂഷൻ പാത്ത് ആൻഡ് ഗൈഡിംഗ് ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഓണ എക്സാമിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഹൂ ലീഡ് ദ വർക്ക് ഓഫ് പ്രിപ്പയറിംഗ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് മക്കൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ കണ്ടതിന് ശേഷം അപ്പം തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഏതാണ് ആൻസർ എന്നുള്ളത്. ഓക്കെ, റൈറ്റ്. ഹൂ ലീഡ് ദ വർക്ക് പ്രിപ്പയർഡ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര് എന്നുള്ളതാണ്. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് ആരൊക്കെയാണ്? മഹാത്മാഗാന്ധി, ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്. ഇതിൽ ആരാണ് മക്കളെ? കമന്റ് ചെയ്യുക, നിങ്ങൾ വേഗം കമന്റ് ചെയ്യുക. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണല്ലേ. യെസ്, റൈറ്റ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. In which year did the Indian Constitution come into force? വേഗം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. ആൻസേഴ്സ് വേഗം കമന്റ് ചെയ്യുക. In which year did the Indian Constitution come into force? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ഏത് വർഷമാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് മക്കളെ? 1950-ലാണല്ലേ. Then what are the main objectives of the freedom struggle? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മക്കൾ എന്താണ് എഴുതുക? ടു എൻഡ് ദ ഫോറിൻ റൂൾ, അല്ലെ? എന്താണ്? വിദേശ ഭരണം അവസാനിപ്പിക്കുക. പിന്നെ എന്താണ്? ടു എൻഷുർ എ ബെറ്റർ സോഷ്യൽ ആൻഡ് ദ പൊളിറ്റിക്കൽ ലൈഫ് ഓഫ് എവറി ഇന്ത്യൻ. എന്താണ്? എല്ലാ ഇന്ത്യക്കാർക്കും മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഉറപ്പാക്കുക. റൈറ്റ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. What are the two important features of a popular sovereignty? എന്താണ്? ജനകീയ പരമാധികാരത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട സവിശേഷതകൾ ഏതൊക്കെ? എന്തായിരിക്കും മക്കളെ എഴുതാൻ പോകുന്നത്? All powers of the nation originate from the people. എന്താണ്? രാജ്യത്തിന്റെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അല്ലേടാ? റെഡി അല്ലേ? ഇത് രാജ്യത്തിന്റെ എല്ലാ അധികാരങ്ങളും എവിടെ നിന്നാണ്? ജനങ്ങളിൽ നിന്നാണ്. All powers of the nation originate from the people. Right? ഇനിയുള്ളത് എന്താണ്? People are the ultimate source of the political authority. രാഷ്ട്രീയ അധികാരത്തിന്റെ പരമമായ ഉറവിടം എവിടെയാണ്? ജനങ്ങളിൽ നിന്നാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. Right? Any three main features of the Government of India Act 1935? Important ആണ്. 1935-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഏതെങ്കിലും 3 പ്രധാന സവിശേഷതകൾ എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്തായിരിക്കും മക്കളെ ആൻസർ എന്ന് പറയുന്നത്? The bicameral legislature was introduced in 6 provisions. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല നിയമസഭകൾ എന്ത് ചെയ്തു? ഏർപ്പെടുത്തി. Then power was divided between the center and provinces. എന്താ? കേന്ദ്രവും പ്രവിശ്യകളും തമ്മിൽ എന്ത് ചെയ്തു? അധികാരം വിഭജിച്ചു. Then the special constituencies were provided for a weaker sections and women and workers. എന്താണ് ചെയ്തത്? ദുർബല വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും തൊഴിലാളികൾ എന്നിവർക്കൊക്കെ ആയിട്ട് എന്ത് ചെയ്തു? പ്രത്യേക മണ്ഡലങ്ങളൊക്കെ അനുവദിച്ചു. റൈറ്റ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ എനി 3 മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, പഠിച്ചിരിക്കണം. എക്സ്പ്ലെയിൻ എനി 3 മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏതെങ്കിലും 3 സവിശേഷതകൾ വിശദീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേടാ? സെറ്റ് അല്ലേ? യെസ്. എന്തായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? ദ പാർലമെന്ററി ഡെമോക്രസി. ഫസ്റ്റ് എന്താണ്? പാർലമെന്ററി ഡെമോക്രസി എന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ കൺട്രോൾഡ് ദ എക്സിക്യൂട്ടീവ്. 3 എണ്ണമാണ് ചോദിച്ചത്. നമുക്ക് ഇനിയും എന്തുണ്ട്? ഇതേപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. റൈറ്റ്. 3 എണ്ണമാണ് ചോദിച്ചത്. പാർലമെന്ററി ഡെമോക്രസി, ദ ലെജിസ്ലേച്ചർ കൺട്രോൾ ദ എക്സിക്യൂട്ടീവ്. എന്താണ്? പാർലമെന്ററി ജനാധിപത്യം ഭരണനിർവഹണ വിഭാഗത്തെ എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുന്നു. റൈറ്റ്. ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. സിമ്പിൾ ആയിട്ടുള്ള 3 കാര്യങ്ങൾ എഴുതാം. പാർലമെന്ററി ഡെമോക്രസി, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ വിവരിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? പാർലമെന്ററി ഡെമോക്രസി, പോപ്പുലർ സോവറിനിറ്റി, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ്
ഫെഡറലിസം. 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്ത് ചെയ്യുക? 5 പോയിന്റുകൾ എഴുതുക. സെറ്റ്? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് കമന്റ് ബോക്സിൽ യെസ് എന്ന് കമന്റ് ചെയ്യുക. അതേപോലെ നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മക്കൾ കൂടെ കൊടുക്കോളൂ. ദെൻ എല്ലാവർക്കും എക്സാമിനേക്ക് വേണ്ടിയിട്ട് ഓൾ ദ ബെസ്റ്റ്.